വെൽക്കം ബാക്ക്. സോ ഡേറ്റ് ഒക്ടോബർ 27. അപ്പോൾ ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ പുട്ട് ഓപ്ഷനിലാണ്. ആദ്യം ട്രേഡ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ റെഗുലർ ക്വാണ്ടിറ്റി ഞാനിവിടെ ബൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ലാസ്റ്റ് 2 ഡേയ്സ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലൊരു സെല്ലിങ് നടന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കംപ്ലീറ്റ് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് ആണ്. ആൻഡ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു സ്ട്രോങ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു കണ്ടിന്യൂസ് സ്ട്രക്ചർ വരുന്ന സമയത്ത് സെല്ലേഴ്സ് തന്നെയാണ് മാർക്കറ്റിൽ സ്ട്രോങ്. ആൻഡ് 58,000 ലെവലിൻ്റെ താഴെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയൊരു റിജക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഈ ഒരു ലെവലിൽ റൈറ്റ് ഒരു അഗ്രസീവ് എൻട്രി കൂടി ആയിരുന്നു ഇന്നത്തെ ഒരു ട്രേഡ്. അധികം കൺഫർമേഷൻ ഒന്നും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് അഗെയിൻ സെല്ലേഴ്സ് വന്ന് മാർക്കറ്റിൽ ഇവിടുന്ന് കൺട്രോൾ ചെയ്ത് പുതിയ സെല്ലേഴ്സ് അല്ലെങ്കിൽ 58,000 ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സെല്ലേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വീണ്ടും മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. സോ ആ ഒരു ബേസിലാണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഒന്ന് പഴയ ചാർട്ടുകളൊന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ് നമ്മളൊരു 15 മിനിറ്റ്സ് ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ്ലി സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഉള്ളത്. റൈറ്റ്, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു പുൾ ബാക്കാണ് തന്നിരിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിൽ ചെറിയൊരു പുൾ ബാക്ക്. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് കണ്ടിട്ട് അഗെയിൻ സ്ട്രോങ്ലി ബയേഴ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. റൈറ്റ്, ഈ ഒരു 15 മിനിറ്റ്സ് ചാർട്ട് നോക്കുവാണെങ്കിൽ അപ്പോൾ അതാണ് ഒരു ക്ലാരിറ്റി ഒരു കുറവുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ വ്യൂ റോങ് ആവാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് സ്റ്റിൽ 58,000 ലെവൽ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ റൈറ്റ് നമുക്ക് എന്താണ് അവിടെ നിന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ബേസിലാണ് ഒരു ട്രേഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് നമുക്ക് 58,000 ലെവലിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. കാരണം അവർ വരുന്നത് ബയേഴ്സ് അഗെയിൻ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. ടാർഗറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഡിപ്പെൻഡ്സ് ഓൺ ആ ഒരു മൊമെൻറ്റ് നോക്കിയിട്ട് ടാർഗറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. മേ ബി ഡേ ലോ വരെ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ എൻട്രി ഡീറ്റെയിൽസ്. എക്സിറ്റ് പ്ലാൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനി പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ലോസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, സോ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. എനിക്ക് എഗെയിൻസ്റ്റാണ് മൂവ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ലോസ് റണ്ണിങ്ങിലാണ്. ആൻഡ് സ്റ്റിൽ ഇപ്പോൾ 58,000 ലെവലിൽ ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും നമ്മളൊരു സൂപ്പർ സ്ട്രോങ് ഫൈറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ഈ ഒരു കറണ്ട് സ്ട്രക്ചർ അനുസരിച്ചിട്ട് പോസിബിളി ബയേഴ്സ് വിൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബിഗർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്. സോ അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സെല്ലേഴ്സിൻ്റെ കോൺഫിഡൻറ്റ് ഒന്ന് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ എനിവേ ഞാൻ പ്ലാൻ ചെയ്ത പോലെ 58,000 മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെൻറ്റ് നടത്തി 58,000 ലെവൽ ജസ്റ്റ് ഇവിടെ ട്രിപ്പിൾ ബാക്ക് എടുത്ത് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ എക്സിറ്റ് പ്ലാൻ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പോലെ തന്നെ 58,000 ലെവൽ മുകളിലോട്ട് വരുന്ന സമയത്താണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ലോസ് ബുക്ക് ചെയ്യുവാണ്. നിയർലി ഒരു 70 പോയിൻറ്റോളം ലോസ് റണ്ണിങ്ങിലാണ്. സോ ബുക്ക് ചെയ്തിട്ടുണ്ട് നിയർലി ഒരു 73 പോയിൻറ്റ് സംതിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ട്രേഡ് ഇല്ല. ഫസ്റ്റ് ട്രേഡ് എടുത്ത് തന്നെ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തത്. സോ ഓൾവേസ് റെസ്പെക്റ്റ് ചെയ്യുക മാർക്കറ്റിനെ. ലോസ് വരുന്ന സമയത്ത് ഒരുപാട് ട്രേഡുകളൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓവർ ട്രേഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ആൻഡ് നിഫ്റ്റി വളരെ സൂപ്പർ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയത്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.